നമ്മുടെ നാട്ടിലെ സാർവത്രികമായി വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. മറ്റുള്ള പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും എളുപ്പത്തിൽ പഠനം തുടരാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ഇടമാണ് കേരളം എന്ന് പൊതുവെ അറിയപ്പെടുന്നു. നമ്മൾ പല കാര്യത്തിലും മുമ്പിലാണെന്ന് പറയപ്പെടുന്നു. എങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ഈ ചുവരുകൾക്കുള്ളിൽ നിന്നല്ലാതെ അതിന് പുറത്തും ധാരാളം വിവരങ്ങൾ, അറിവുകൾ ആർജിക്കാൻ കഴിയുന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സഹവാസ ക്യാമ്പിനെ കാണുന്നത്. അപ്പോൾ സ്കൂളിൽ പോയാൽ കിട്ടുന്നതിനപ്പുറം എന്താണ് നമ്മുടെ ഇത്തരം ക്യാമ്പുകളിൽ കിട്ടുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കും ബോധ്യപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്കൂളിൽ വളരെ ഔപചാരികമായി നമ്മൾ ആർജിക്കുന്ന അറിവുകൾക്കപ്പുറത്ത് പല കാര്യങ്ങളും ഒരുപക്ഷെ വീടിൻ്റെ സൗകര്യങ്ങൾക്കപ്പുറത്ത് മറ്റ് അസൗകര്യങ്ങളുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക, വീട്ടിൽ നിരന്തരം കാണുന്ന ആളുകളുടെ സ്വഭാവത്തിന് വ്യത്യസ്തമായി മറ്റുള്ള ആളുകളെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ നിരന്തരം വിളിക്കുന്ന ചില പേരുകൾക്കപ്പുറത്തുള്ള പേരുകൾ എങ്ങനെയാണ് പരിചയിക്കാൻ കഴിയുക, അങ്ങനെ കുറേ നമുക്ക് വളരെ ലളിതമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും ഉത്തരം തേടാൻ കഴിയുന്ന ഒരു ഇടമാണ് വാസ്തവത്തിൽ സഹവാസ ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് അതിനുശേഷവും കൂടുതലും ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഹോസ്റ്റലുകളിലൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ പഠിച്ച ആളുകൾക്കറിയാം, നമ്മുടെ നാടിൻ്റെയും നമ്മുടെ വീടിൻ്റെയും ഒക്കെ അന്തരീക്ഷങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ ലോകമാണ് നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കാൻ കിട്ടുക, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ കിട്ടുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ പല സ്കൂളുകളിലുമുള്ള പല പ്രദേശത്തുമുള്ള കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അവരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികൾ 4 ദിവസവും വൈകുന്നേരം ഇവിടെ തങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം പകല് നിങ്ങൾ സാധാരണ സ്കൂളിൽ വന്ന് 10 മണിക്ക് വന്ന് 4 മണിക്ക് പോകുന്ന പോലെ പോകുന്നൊരു പ്രക്രിയ അല്ല ഇവിടെ നടക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ ഉള്ള കാര്യങ്ങൾക്കപ്പുറത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷേ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന എങ്ങനെയാണ്, അവരുടെ വ്യത്യസ്ത ആശയങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇവിടെ നമ്മൾ ഒരുക്കുന്നൊരു സാഹചര്യം. അതുകൊണ്ടാണ് സഹവാസ ക്യാമ്പ് എന്നുള്ള പേര് തന്നെ നമ്മൾ അതിനിട്ടുള്ളത്. അപ്പം 10 മണിക്കും 4 മണിക്കും അത് ഓരോരുത്തരുടെ ഒരു സൗകര്യവും അസൗകര്യവും നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ് എന്നാണ് പൊതുവിൽ നമുക്ക് ഈ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്. നമ്മളിങ്ങനെ ഒരു ക്യാമ്പിൽ എത്തിച്ചേരുന്നത് ഒരുപക്ഷെ കുറേ കാലത്തെ നമ്മുടെ പഠനത്തിനിടയിലും നമ്മുടെ ജോലിക്കിടയിലും ഒക്കെയുള്ള ചെറിയ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൂടെയൊക്കെ ആർജിച്ച കുറേ മനസ്സിലാക്കലുകളുണ്ട്. അത് ആളുകളുമായി കുട്ടികളുമായൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഉദ്ദേശം. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന കുട്ടികളുടെ രാഷ്ട്രീയമല്ല, മനുഷ്യനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ അറിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ഒരു ഉള്ളടക്കമാണ് നമ്മുടെ ക്യാമ്പിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ദേശം എന്ന് പറയുന്നത് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ നവോദയപുരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ചെറിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ കൊണ്ടെത്തിച്ചുള്ളത്. അതായത് നാട്ടിലുള്ള ചെറിയ കുട്ടികളെ വീക്കെൻഡിൽ ഞായറാഴ്ചകളിലൊക്കെ കുറച്ച് സമയം രാവിലെ 10 മണി മുതൽ 2 മണിക്കൂർ സമയമൊക്കെ ഒരുമിച്ച് ഇരിക്കുക, അവരോടൊപ്പം പാട്ടുപാടുക, കളിക്കുക, നമ്മുടെ ചോദ്യോത്തര പരിപാടി നടത്തുക, അങ്ങനെയുള്ള പരിപാടികളിലൂടെയൊക്കെയാണ് നമ്മൾ ചെറുതായി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നൊരു സംഗതിയാണിത്. അങ്ങനെ നാട്ടിലുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ആ ക്ലബ്ബുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും നാട്ടിലുള്ള മൊത്തം വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇടപെടും. പക്ഷെ ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കിയുള്ള സംഗതി, കുട്ടികളിൽ ആണ് വാസ്തവത്തിൽ, അതിൽ വളർച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയില്ലേ എന്ന് പറയുന്നത്, കുട്ടികളിലാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാകേണ്ടത്, വായനാശീലം ഉണ്ടാകേണ്ടത്, അന്വേഷണത്തിനുള്ള തൃഷ്ണ ഉണ്ടാകേണ്ടതൊക്കെ ചെറുപ്പത്തിലാണ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഈ കുട്ടികളുടെ കൂടിച്ചേരലുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പം അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് കുട്ടികളുടെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാകുക, അതിന് നിലാവ് എന്നുള്ള പേര് വരിക. കുറെ കഴിഞ്ഞ് നമ്മൾ പല പല ആളുകളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പല പല ഇടങ്ങളിൽ പോകുമ്പോൾ ഒക്കെ അങ്ങനെ ഇടപെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് കുട്ടികളുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പല്ല, കുട്ടികളുടെ സർവകലാശാല എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് ബിജു പി നടുമലും കവിയും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ പ്രവർത്തിച്ചു വരുന്നു, അതിങ്ങനെ വെളിയിലേക്ക് പോകുന്നു, ധാരാളം ആളുകളുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ബിജു നമ്മളെ വിട്ടുപോകുന്നത്. അപ്പോഴാണ് ബിജുവിൻ്റെ ഒരു ഓർമ്മ നിലനിർത്തണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബിജുവിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അത് പ്രധാനമായും കുട്ടികളാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. കുട്ടികളിലേക്ക് വിവരങ്ങൾ, അറിവുകൾ, പല പല തലത്തിലുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമമായ ഒരു ഉദ്ദേശം. അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വർഷം ഈ ക്യാമ്പ് നടത്തുന്നത്. അത് നമ്മൾ റിസോഴ്സുകൾ തേടി പോയി, ഞാൻ അധികം നീട്ടുന്നില്ല, എന്നാലും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ വേണ്ടി പറയുകയാണ്. റിസോഴ്സിനെ തേടി പോയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്ത് രാജൻ ചേട്ടൻ, തുറവൂരുള്ള രാജൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്യാമ്പ് നടത്തണം കുട്ടികളുടെ. അപ്പം അതിനുവേണ്ടിയുള്ള റിസോഴ്സിനെ വേണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചാണ് കൃഷ്ണ TTI എന്നുള്ളൊരു ഇതിലെത്തുന്നത്. കൊടുങ്ങല്ലൂരിലെ പനങ്ങാട് പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ ഒരു സ്ഥാപനമാണ് കൃഷ്ണ TTI. അപ്പോൾ അവരും ഇതുപോലെ സാമൂഹ്യ സമ്പർക്കത്തിൻ്റെ ഭാഗമായി ഈ ഗ്രാമീണ തലത്തിൽ പല സ്ഥലങ്ങളിലും കുട്ടികളുടെ പഠനത്തിൻ്റെ ഭാഗമായി ഇതുപോലെ ക്യാമ്പുകളുണ്ട്. അപ്പം നമ്മൾ ഈ തവണ അവരുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു കുട്ടികളുടെ ക്യാമ്പ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൃഷ്ണ TTI ആണ്. അതായത് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ കുറെ കൂടി കൂടുതൽ ഉള്ള വിവരങ്ങൾ കൂടി കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്രൈ ഔട്ട് എന്നുള്ള നിലയ്ക്ക് പരിപാടി നടത്തുന്നത്. വളരെ ആലോചിച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ കേട്ടിട്ടുണ്ടാവും. അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരുമായിട്ടുള്ള ചർച്ചകളുടെ ഒക്കെ ഭാഗമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു കരിക്കുലത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ 5 ദിവസം ഇവിടെ ഈ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇവരുടെ പഠനത്തിനും നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് അറിവിന്റെ പുതിയ തലങ്ങൾ എത്തുക എന്നുള്ള ഒരു കൂടി പരിചയിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ മാറ്റുന്നത്. ഈ പരിപാടി ആലോചിക്കാൻ വേണ്ടി പല സ്ഥലത്തും നമ്മൾ അതിന്റെ ലൊക്കേഷൻ ആലോചിച്ചു. ഒടുവിൽ നമ്മൾ ഇവിടെ എത്തുകയാണ് ഈ ഗവൺമെന്റ് UPSൽ. അപ്പോൾ നമ്മുടെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് സ്കൂളിൽ നിന്ന് പെർമിഷനൊക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് ഷാജി തോട്ടപ്പള്ളി നമ്മളോട് ആ ഒരു സമീപനം എടുത്ത്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഹെഡ് മാഷ്, പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ കുറേ ആളുകളുടെ സപ്പോർട്ടുണ്ട്. നമുക്കത് വരുന്ന ദിവസങ്ങളിലൊക്കെ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചടങ്ങ്, ഒന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർക്കുന്നൊരു ചടങ്ങ് കൂടിയാണിത്. അത്